ശരിക്കും മെയിൻ കവാടാണ് ഇത്. മറ്റേ നമ്മളെ വെടിക്കെട്ടിലൊക്കെ ഒരു സാമ്പിളാണ് നേരത്തെ കണ്ടത്. സാമ്പിളാണ്. ബൈക്ക് എടുത്ത് വരേണ്ടി ഇങ്ങോട്ട്. ഇനി കാണുന്നതാണ് പവർ. ബ്ലോക്ക് കയറുന്നതല്ല ചോദിച്ചേ, ബ്ലോക്ക് കയറുന്നോ രണ്ടിലുണ്ട്. ഇവിടെ വെച്ചാൽ വണ്ടി ഇന്ന് അങ്ങോട്ട് കൊണ്ടുവരായില്ലേ. ലൈറ്റുകളുടെ ഒരു വർണ്ണ കാഴ്ച ഒരുക്കി കോഴിക്കോട് പുതിയ അല്ലേ. എല്ലാ ഒരു കളർഫുള്ള, എന്നാ ഒരു ഭംഗിയാ കണ്ണിന് കിട്ടുന്നൊരു പവറില്ലേ. പ്രത്യേകിച്ച് പിന്നെ ഈ ഒരു വർഷം തീരാൻ നേരത്ത് അവരൊരു ഇതാട്ടോ വൈബ്. ഇതാണ് ശരിക്കും വൈബ്. എന്ത് ഭംഗിയാണ് ഫുള്ള് കാറ്. ശരിക്കും ഇതിൻ്റെ ഒരു ഭംഗിയില്ലേ. സൂപ്പർ. എന്തോ പരിപാടി നടന്നുകൊടുക്കുന്നുണ്ട്, കൈകൊട്ടിക്കളി നടന്നുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ. തിരുവാതിര ഇത് കഴിഞ്ഞതാന്ന് തോന്നുന്നു. അല്ല, ഇപ്പൊ റീസെന്റ് നടക്കുന്നു. ചിഞ്ചോട്ട എങ്ങനെ നടക്കുന്നു, ഫുള്ള് തിരക്കട്ടോ. ഇനി ക്രൗഡിന്റെ ഇടയിൽ നമുക്ക് മെല്ലനെ ഒപ്പിച്ച് വീഡിയോ എടുക്കാം ഗൈസ്. ഇതാണ് പവർ കണ്ടാ, പല കളർ ഇപ്പം ബ്ലൂവും വൈറ്റും പിന്നെ റെഡ്. അതേ കളറാണ്. പക്ഷെ ഇവിടെ മാത്രം വീശുന്ന ഒരു പ്രത്യേക മണുണ്ട് അല്ലേ. അതാണ് എടുത്ത്. അത് പിന്നെ ഹാർബർ കടൽ തീരത്ത് പിന്നെ അങ്ങനെ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ ഇവിടെ ഉള്ളവർക്ക് പ്രശ്നമല്ല. തൃശ്ശൂർ ഭാഷയൊക്കെ മഴവില്ലിന്റെ ഭംഗിയുണ്ട്. അടിപൊളി സെറ്റ് സെറ്റ്. ഇതല്ലേ, ഇതാ പൊളി. ഇതാണ് പൊളി. വേറെ പ്രത്യേകം എന്താ അറിയുക, ഒരു സൈഡിൽ പിന്നെ മുത്തുക്കൂടാ, ഒരു സൈഡ് വേല്, പൂമ്പ്, പല സാധനങ്ങളുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ ഒന്നാമത് ഇവിടെ ട്രാഫിക്കിന്റെ ഒരു ബ്ലോക്ക് ഉണ്ടായതുകൊണ്ട് മാത്രം ശരിക്കും വന്ന് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. നൈറ്റ് ഒരു ടൈം കഴിഞ്ഞാലും കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ലൈറ്റ്സുമാണ്. അടുത്ത വെറൈറ്റി. ഇത് സെറ്റ് ഇട്ടുണ്ട് ചേട്ടാ. ഇത് വൈറ്റിലാട്ടാ. ഇതൊരു വെറൈറ്റി നൽകുന്നവരാ മുക്കുവന്മാരില്ലേ. അയില, മത്തി, ചാള എന്നൊക്കെ അതുപോലെ വെറൈറ്റി ലൈറ്റുകളാണ് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അവാർഡും അടിപൊളി കേട്ടോ, രക്ഷയില്ല. എന്നാ ഭംഗിയാ. ഫുള്ള് തിരക്കാട്ടോ, ബീച്ച് മൊത്തം. ഖബറിൽ വന്നിട്ട് നമ്മളെ ചേട്ടൻ്റെ ശിവനേട്ടൻ്റെ കൂടെ വന്ന് നമ്മളെ വീഡിയോ കാണണമെന്ന് പറഞ്ഞു. ഭയങ്കര കാര്യം ഞങ്ങളോട്. അപ്പോൾ മൂപ്പര് പോകുന്ന ബോട്ടൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. ആള് സാമിയാണ്. ഇതാ ആളെ ഫോൺ ചെയ്ത് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ. ഭയങ്കര എക്സ്പീരിയൻസ് ആയി. ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ ചുറ്റി കാണിച്ചു തന്നു. വലിയൊരു ബോട്ട് കയറി. വലിയൊരു ബോട്ട് ഞങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് പിന്നെന്താ പറയുക ബോട്ട് കയറുന്നത്. മീൻസ് വല ഇടുന്നില്ല അല്ല, പക്ഷെ എന്നാലും ആ ബോട്ട് കയറാൻ പറ്റി. കാരണം പിന്നെ ഒരുപാട് ആൾക്കാരെ ജീവിത മാർഗമായ ബോട്ടിൽ നമുക്കൊന്ന് ഒരു അരമണിക്കൂർ ആളോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ ഇരിക്കാൻ പറ്റി. ശനിയേട്ടൻ ആൾ പിന്നെ 6-ാം തീയതിയാണ് മലക്ക് പോകുന്നത്. നമ്മളെ കസിൻസ് ഇവരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആൾ മാലേട്ടനെ കൊണ്ട് ഞങ്ങൾ പിന്നെ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കും. ഇപ്പം കാണിക്കും ഞങ്ങൾ. കഴിച്ചണ്ട കൈ ഇങ്ങനെ പൊന്തിക്കുന്നുണ്ട് ആളാണ്. ഞങ്ങൾ ലൈഫിൽ ആദ്യമായിട്ടാണ് പുതിയ ആപ്പിലേക്ക് വരുന്നത്, പരിപാടിക്ക് വരുന്നത്. ഇവരൊക്കെ കാണാനും പറ്റി. ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം. ശരിയേട്ടാ ഒന്ന് ഫേസ് കാണിച്ചേ. ഇതാണ് നമ്മൾ പറഞ്ഞ മുതൽ. കഴിച്ചണ്ട ഉത്സവം അങ്ങ് അവിടെ ആട്ടോ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ജസ്റ്റ് ഞങ്ങളൊന്ന് കാണിക്കാൻ വന്നതാണ് കേട്ടോ ഇവിടേക്ക്. അപ്പോൾ അടിച്ച് പൊളിച്ചു ഞങ്ങൾ, അടിപൊളിയായി. അപ്പോൾ അവിടെ പോയിട്ട് വിശേഷം കാണാം ഗൈസ്.
ഞങ്ങൾ അമ്മയ്ക്കും കസിൻസിനും എല്ലാവർക്കും ഹാർബർ കാണണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും നമ്മൾ അങ്ങോട്ട് നടക്കരുത്. വീണ്ടും ഞങ്ങൾ നടക്കുന്നു. പറയണ്ടായിരുന്നു അവരോട്. ഞങ്ങൾ ബോട്ട് കയറി തരട്ട് ശരിയാറിന്റെ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങള്. അപ്പോൾ അമ്മേനെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ അമ്മേനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. അമ്മേനെ കൊണ്ടുവച്ചതാ വീണ്ടും ഇവിടെ എത്തി. ബോട്ട് കയറണം നട്ടപ്പാതിരക്ക്. എന്ത് ചെയ്യാനതാ ശരിയാടനാണെങ്കിൽ ഫുൾ സപ്പോർട്ട്. ഉള്ളിലേക്ക് കയറിയാണ് ഗൈസ്. ഗായ്സ് അങ്ങനെ നമ്മൾ ശിനിയേട്ടൻ്റെ വീട്ടിലെത്തി. അമ്മയും ശിനിയേട്ടനൊക്കെ ഉണ്ട്. സുജു ഉണ്ട്, അശ്വിനുണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. ഇതാ ഉണ്ണിയേട്ടൻ ഉണ്ട്. ഇതാ ഞങ്ങളൊരു ഒരു ഹാഫ് ആൻ അവറോളം ഞങ്ങൾ ഇവിടുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിനേട്ടൻ നിർബന്ധിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അടിപൊളി കേട്ടോ, അടിപൊളി ആളായിരുന്നു, നല്ലൊരു മനുഷ്യനാണ്. ഞങ്ങളിവിടെ വന്നപ്പം പരിചയപ്പെട്ടതാണ്. അടിപൊളി. കുഞ്ഞുണ്ട്, അവരെ കൊച്ചുകളുണ്ട്, മക്കളുണ്ട്. അടിപൊളി. ലഭിമി എങ്ങനെയുണ്ട്? പൊളിയല്ലേ? പൊളി. ഇതിൻ്റെ ഫ്രണ്ട് കൂടെ ഉണ്ട്, ഫുള്ള് ലൈറ്റാണ്. എൻ്റെ വീടിൻ്റെ തൊട്ട മുന്നിൽ കൂടെ തന്നെയാണ് എൻ്റെ പാസിങ് ഏരിയ വരുന്നത്. അപ്പം പൊളി ഗൈസ്. പൊട്ടിനുള്ള സാധനം കേട്ടാ, ഗുണ്ട് ഫുള്ള് അങ്ങറ്റം വരെ ഉണ്ട് ഗൈസ്. ഇത് പൊട്ടും പറപ്പിക്കും. ബീച്ചാണല്ലോ, ഭയങ്കര വൈബായിട്ടുണ്ട് ഗൈസ്. എല്ലാവരും ഉണ്ട് ഇതവിടെ. ചിഞ്ചു അമ്മയൊക്കെ ഇത് കാണാനായിട്ട് വന്നാട്ടാ. മൂപ്പര് ഞങ്ങളെല്ലായിടത്തിലും കൊണ്ടുപോയി ഫുള്ള് ഉഷാറാക്കുന്നുണ്ട്. ചിഞ്ചുട്ട് എങ്ങനെയുണ്ട്? പുതിയ കലാശപ്പൊട്ടാണ്, അതിൻ്റെ സെറ്റപ്പാണ് ഇവിടെ. കളറും തീപ്പൊരിയും അടിച്ച് പൊളിച്ച് വേറെ വൈബായിരിക്കും. ഒരു രക്ഷയില്ലാത്ത ഒരു വൈബായിരിക്കും ഇവിടെ. ഒരു രക്ഷയില്ലാത്തൊരു വൈബായിരിക്കും അവിടെ. ഇത് നമ്മളെ കടൽ തീരാണ്, വേറെ ലെവലായിരിക്കും. നമുക്ക് കണ്ടു നോക്കാം. ഫുള്ള് ക്രൗഡ് തന്നെ കേട്ടോ. നാളെ ഈ എൻഡിലാണ് ബീച്ചില്ല. പുതിയപ്പോൾ ഈ പ്രോഗ്രാം നടക്കുന്ന ബീച്ചിൽ ഫുള്ള് ജന കൈസ്. എവിടെ ആയാലും കുറേ ആൾക്കാർ സൊറ പറഞ്ഞ് ഫുഡ് കഴിക്കുന്നുണ്ട്, കുറേ ഫാമിലി ആയിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഓരോ ബാച്ചായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ട് അല്ലേ, ഫുഡ് കാണാൻ വേണ്ടി ഉത്സവം കാണാം, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കാണാം. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ അടിപൊളി അറിയുന്ന അമ്പലത്തിൻ്റെ ആ എന്താ പറയുക ഗോപുരമാണ്. രക്ഷയില്ലാത്ത ഗോപുരമുണ്ട്. ഇതിൻ്റെ സെൻറ്ററായിട്ടാണ് വെടിക്കെട്ട് വരുന്നത്. കയറി വന്നാൽ 12 മണി എന്നാണ് പറഞ്ഞത്. 12 മണിക്ക് വെടിക്കെട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല എപ്പോഴാണ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. സ്റ്റാർട്ടിങ് മുതലേ ഞങ്ങളിവിടെ വന്ന് കയറിയ മുതലേ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഈ എൻഡിൽ പിന്നെ അമ്മയൊക്കെ അവിടെ ഇരുത്തി, ശിനേട്ടനുണ്ട്, പിന്നെ ഇവിടെയുള്ള ചേട്ടനുണ്ട്, കസിൻസ് ഉണ്ട്, എല്ലാവരും അവിടെ ഇരുന്ന് ഞങ്ങൾ മെല്ലെ ഞങ്ങൾ പോകുന്നത്. നമ്മൾ എന്തിനു വന്നാ എന്തിനു വന്നാ? ഞങ്ങൾ ആ തീരവും ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി, നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. കാരണം ഈ ഒരു വൈബ് ഉണ്ടല്ലോ, കാരണം ചൂടെടുക്കുന്നില്ല. കാരണം ഒരു ഓവർ ക്രൗഡ്, ഇനി എത്ര ക്രൗഡ് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിട്ട് കുറച്ച് സൊറ പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായ പ്രൈവസി കീപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അടിപൊളി. പിന്നെ ഉണ്ട് കേട്ടോ, ക്രൗഡ് ഉണ്ട്, കുത്തി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സ്റ്റേജ് പ്രോഗ്രാം കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇവിടെ എത്ര ക്രൗഡ് വന്നാലും ഒരു പ്രത്യേകത അറിയുന്നത്, ഇവിടെ ഒറ്റൊരു പോലീസിന് പോലും കാണുന്നില്ല ഗൈസ്. ഇവിടുത്തെ കമ്മിറ്റിക്കാരെ പവറാണ്. കാരണം ഇവിടെ ഒരു പ്രശ്നമില്ല. നമ്മളെ ഈ സിനിമ അല്ല, ഏത് സിനിമ ആയിരുന്നു, പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ ഉണ്ട്, അതിൽ പോലീസുകാർക്ക് വലിയ പണിയില്ല എന്ന് പറയും പോലെ ഇവിടെ പോലീസുകാർക്ക് വലിയ പണിയൊന്നുമില്ല. കാരണം ഇവിടുത്തെ നാട്ടുകാരുണ്ട്, ഇത്ര സെറ്റപ്പാണ്. ഒരാൾ വന്ന് പുറത്ത് വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. ഇപ്പോൾ ലേഡീസിൻ്റെ അടുത്തായാലും മദ്യപിച്ചായാലും ലഹരി ഒന്നും വോട്ടവർ. കാരണം ഒരു പ്രോഗ്രാം എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇവിടുത്തെ നാട്ടുകാർ അത്രത്തോളം സെറ്റപ്പാണ്, അത്രത്തോളം എല്ലാവരും ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. പുറത്തുനിന്ന് വരുന്ന ആൾക്കാരായാലും ഇവിടെയുള്ള ആൾക്കാരായാലും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്, ഭയങ്കര സ്നേഹമാണ് ഇവിടെ. ഒന്നാമത് കടപ്പുറമാണ്. കടപ്പുറത്തുള്ള ആൾക്കാരുടെ സ്നേഹം നമ്മൾ 2018 നമ്മൾ അറിഞ്ഞ കാര്യമാണ്. 2018 നമ്മൾ അറിഞ്ഞ കാര്യം. അവർ ബോട്ടും കാര്യങ്ങളൊക്കെ എടുത്തു വന്ന് നമ്മളെ സഹായിച്ചത് പൊളിയാക്കാം. ഗൈസ് കലാശക്കോട്ട് കേട്ടോ. അപ്പം പൊട്ടിക്കും ഗൈസ്. ഫുള്ള് ലൈറ്റ് ഓഫ് ആക്കി ഈ ഗോപുരം മാത്രം കാണുന്നത്. നോക്കിയ ആ ചേട്ടാ ചോന്ന ചെറിയൊരു ഇതെന്താ പറയാ, സ്റ്റാർട്ടിങ് ഒച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു വെളിച്ചം മാത്രം. പിള്ളേരൊക്കെ അടിപൊളി വൈബാട്ടാ.
എല്ലാരും സൗണ്ട് ചെവി ഇപ്പം പൊത്തും ഗൈസ്, അതിനുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ വിളിച്ചോ. ഇപ്പൊ ഈ ഒച്ച നോക്കണ്ട, കുറച്ച് കഴിഞ്ഞ് ചെവിയും പൊത്തിയിട്ടുള്ള കൂടും. ഫുള്ള് കയറ് കെട്ടിയിട്ടുണ്ട്. ആ ചേട്ടൻ അങ്ങ് ലോങ് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പം കൊടുക്കട്ടോ. ആണ്ട ചോന്നത് കണ്ടോ, ഇപ്പം കൊടുക്കും. ഒരു വ്യക്തിക്കും ഒരു അപകടം വരാതിരിക്കട്ടെ. കൊടുത്ത് അവിടെ തീ കത്ത്. ഗായ്സ് എല്ലാരും ഓടി ഗായ്സ്, ഗായ്സ് എല്ലാരും പൊളിയാണ് ഗായ്സ്. ഒരു രക്ഷയല്ല, ചെവിടെ പോയി ഫുൾ ജനായിരുന്നു എല്ലാരും. അപ്പൊ എത്ര ദൂരം ഉണ്ട് നോക്കിയേ, ഒരു രക്ഷയല്ല. പൊളി ഗായ്സ്, ലൈറ്റ് ഓൺ ആയിട്ട്. അപ്പൊ നമ്മള് വെടിക്കെട്ട്, പുതിയപ്പ വെടിക്കെട്ടാണ്, ചെറിയൊരു വെടിക്കെട്ടാണെങ്കിൽ തന്നെ അത് അടിപൊളി. കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ കഴിഞ്ഞില്ലെന്ന് പറയുന്നത്, അടുത്തത് വേറെ എന്തോ ഉണ്ട്. കഴിഞ്ഞിട്ടില്ല എന്നാ പറയുന്നത്. ഇപ്പോഴുള്ള സാമ്പിൾ ആണെങ്കിലും വലുതായാലും സാമ്പിൾ നല്ലത് മീൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ മുകളിൽ പോയിട്ട് വേറെ ഉണ്ടോന്ന് അറിയത്തില്ല. ബാക്കിയുള്ളവരൊക്കെ കണ്ടുപിടിക്കണം. നമ്മളെ ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി ഓടിയേ ഞങ്ങളായിരിക്കും. ചെസ്റ്റൊക്കെ എന്തൊരു വേദന ഇവിടെ ചെസ്റ്റ്. ഗായ്സ്, ഷിനേട്ടനോട് യാത്ര പറഞ്ഞ ഞങ്ങൾ പോകട്ടെ. പോവാ, അവരെ കണ്ടുപിടി യാത്ര. അപ്പോൾ ഗായ്സ്, ഞങ്ങളിതാ വീണ്ടും ഇവിടുന്ന് പോവാണ് ഗൈസ്. വീണ്ടും അടുത്ത വർഷം വരുമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തിരിച്ചു പോകും. അമ്മക്ക് പൊട്ടിന്റെ സമയത്ത് ഓടി രക്ഷപ്പെട്ട ഗൈസ്. ഇവിടുത്തെ പിള്ളേർ
അവരോട് യാത്ര പറഞ്ഞ ഞങ്ങൾ നീങ്ങാട്ടോ.